ഹരി ഓം ഹരി ഓം ഹരി. നാം കഴിഞ്ഞ 9 കൊല്ലമായി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തി വരികയാണ്. ഇത് 10ാമത്തെ കൊല്ലമാണ്. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ പരിസമാപന ദിവസം ആദ്യമേ മുതൽക്ക് ഞങ്ങൾ വിഭാവനം ചെയ്തതുമാതിരി ഒരു മഹാവിഷ്ണു സഹസ്രനാമം ആ സാർവജനികമായി സാമൂഹ്യമായിരിക്കുന്ന ഒരു മഹായജ്ഞം നടത്തി വരാറുണ്ട്. ഭാരതഭൂമിയിൽ എവിടെ ചെന്ന് പരിശോധിച്ചാലും നല്ല ഒരു വിഭാഗം ബ്രാഹ്മണരെ പോലെ തന്നെ വൈദികാനുഷ്ഠാനങ്ങളും ഗോത്രങ്ങളും മന്ത്രങ്ങളും കർമ്മങ്ങളും എല്ലാം ഉള്ളവരാണ്. ഇവിടെ മാത്രം വൈദികമായിരിക്കുന്ന അനുഷ്ഠാനം വിരലിലെണ്ണാവുന്ന ബ്രാഹ്മണരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്നേ വരെ നിലനിന്ന് പോരുന്നതായ ഒരു സംസ്കാരത്തെയോ പൈതൃകത്തെയോ നമ്മൾ അധിക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അതിന്റെ സാരാംശങ്ങളും അതിന്റെ പോരായ്മകളും മനസ്സിലാക്കി സമാജത്തിന് അന്നു വേണ്ട കാര്യങ്ങൾ എന്തോ അത് കൂട്ടിച്ചേർത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി നേരെയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ചതുർത്ഥാശ്രമികളായിരിക്കുന്ന ഞങ്ങളുടെ ആ ദൗത്യത്തിന്റെ ഭാഗമായാണ് മഹാവിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. അതിനൊരു മന്ത്രം എന്ന് പറഞ്ഞുകൂടാ, ഭഗവാന്റെ നാമങ്ങളാണ്. എന്താ അതിന് വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞയാഗങ്ങളുടെയും അധിപതി മഹാവിഷ്ണുവാണ്. യജുർവേദത്തിൽ യജ്ഞോ വൈ വിഷ്ണു എന്ന് പ്രത്യേകമായി പറയുന്നു പ്രഖ്യാപിക്കുന്നുമുണ്ട്. ആ വിഷ്ണുവിന്റെ തന്നെ 1000 നാമങ്ങൾ നാം ചൊല്ലി ഏറ്റുചൊല്ലി ജപിക്കുകയെ അർച്ചന ചെയ്യുകയെ ഹോമിക്കുകയെ ചെയ്താൽ അതിന് തികഞ്ഞതായ ഒരു വൈദികാനുഷ്ഠാനത്തിന്റെ മതിപ്പുണ്ട്. അശ്വമേധ മഹായാഗത്തിന് തുല്യമാണ് വിഷ്ണു സഹസ്രനാമം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ തുടങ്ങി. അല്പസ്വല്പം ബ്രാഹ്മണ സങ്കേതങ്ങളിൽ ഈ വിഷ്ണു സഹസ്രനാമം എന്തുകൊണ്ടാണ് സ്വാമിജിമാരിങ്ങനെ എല്ലാവർക്കും തുറന്നു കൊടുക്കണേ എന്നുള്ള പറച്ചിലും ആക്ഷേപവും ഒക്കെ ഉണ്ടായി കാണും. ഒരാളും ഞങ്ങളോട് വന്ന് പറഞ്ഞില്ല. പക്ഷെ അതിനുള്ള ഒരു വിശേഷം എന്താന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലാണ് പറയുന്നത് മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങളെ കുറിച്ച്. അതൊക്കെ കൂടി വന്നിരുന്ന് ജപിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നാം 9 കൊല്ലമായി ഇവിടെ നടത്തി വരുന്നു. 10ാമത്തെ കൊല്ലത്തിൽ ചില പ്രത്യേക പ്രേരണകളാലും സ്വാധീനങ്ങളാലും നിർബന്ധങ്ങളാലുമാണ് ഈ ബൃഹത്തായിരിക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമം സംയുക്ത രൂപത്തിൽ നടത്താൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ച് പങ്കാളികളായി കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്ന്, വിഷ്ണു സഹസ്രനാമം വെറും മഹാവിഷ്ണുവിന്റെ പര്യായ ശബ്ദങ്ങളാണെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാവരും ജപിച്ച് ഹോമിക്കാൻ പോകുന്നതായ മഹാമൃത്യുഞ്ജയ മന്ത്രം പരിപൂർണമായി വൈദികമാണ്. നമുക്ക് 2 പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് എവിടെ നമ്മുടെ വേദങ്ങളിൽ. അതിൽ ഋഗ്വേദത്തിലുള്ളതാണ് ഗായത്രി എന്ന് പറയുന്നത്, 24 അക്ഷരമുള്ള ഗായത്രി. ആ ഗായത്രി ഒരു നിത്യാനുഷ്ഠാനത്തിൽപ്പെട്ടതാണ്. വൈദിക ജീവിതത്തിന് വേണ്ടി ഉപനയനം കഴിപ്പിച്ചാൽ ആ കഴിപ്പിക്കുന്ന സമയത്ത് സ്വന്തം അച്ഛൻ ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ മകന് ഉപദേശിക്കുന്നതാണ് ഈ ഗായത്രി എന്ന് പറയുന്ന മഹാമന്ത്രം. ആ ഉപദേശം കയ്യിൽ കിട്ടിയ ദിവസം മുതൽക്ക് ആ മകന് ഒരിക്കലും ഈ ഗായത്രി തന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോകരുത് എന്നാണ്. ശരീരത്തിൽ കിടക്കുന്ന പൂണോല് ഉപനയനം ഒരിക്കലും മാറ്റില്ല. എന്റെ പൂർവാശ്രമത്തിൽ അമ്മ പറഞ്ഞത്, നീ സുഖക്കേട് പിടിച്ച് കോസരിയിൽ കിടക്കാകുന്ന സമയത്തും നിന്റെ സന്ധ്യാവന്ദനം പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ്. ഞാൻ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി ഇതാ പ്രഖ്യാപിക്കുന്നു സന്തോഷത്തോടുകൂടി. എനിക്ക് ഉപനയനം കഴിച്ചതിന് ശേഷം സന്യാസിയാകുന്നത് വരെ കിഴക്ക് സൂര്യൻ ഉദിച്ചിട്ടില്ല ഞാൻ സന്ധ്യാവന്ദനം കഴിക്കാതെ. അത്ര കണിശമായും നിർബന്ധമായും സന്ധ്യാവന്ദനം കഴിച്ചു പോകുന്നതാണ്. കാലത്തും വൈകുന്നേരവും ഉദ്യോഗം കിട്ടി കൽക്കത്തയിൽ ഇരിക്കുന്ന കാലത്തും ഈ സന്ധ്യാവന്ദനം ഉപേക്ഷിക്കുക എന്നൊരു ചോദ്യമേ ഇല്ല. ഇത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്. അനാദിയായിരിക്കുന്ന ചരിത്രാതീത കാലം മുതൽക്ക് ഇന്നേ വരെ പ്രസിദ്ധമായി നിലനിൽക്കുന്ന നമ്മുടെ വേദവും വൈദിക ജീവിതമുണ്ടല്ലോ, ആ വൈദിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 2 നട്ടെല്ലാണ് ഈ ഗായത്രിയും മഹാമൃത്യുഞ്ജയ മന്ത്രവും. ഗായത്രി വാസ്തവത്തിൽ നിത്യാനുഷ്ഠാനത്തിന് വേണ്ടിയാണ്. ആ നിത്യാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള ഗായത്രിയിൽ നാം ആവശ്യപ്പെടുന്നത് എന്താ? ധിയോ യോ നഃ പ്രചോദയാത് എന്നാണ്. ഞങ്ങളുടെ ബുദ്ധിവൃത്തികളെ വേണ്ടതുപോലെ പ്രചോദിപ്പിക്കണം എന്ന്. എല്ലാവരും അതിനെ സൂര്യഗായത്രി എന്ന് പറയും, സവിതൃ ശബ്ദമുള്ളത് കൊണ്ട്. പക്ഷേ സവിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയോ അപേക്ഷയോ അല്ലാതെ
നേരെ മറിച്ച് സവിത എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം സ്വാത്മഭൂതം എന്നാണ്. എല്ലാ ഭൂതങ്ങളിലും അന്തരാത്മാവായി കുടികൊള്ളുന്ന ആ ആന്തര പ്രകാശത്തെയാണ് പുറത്ത് കാണുന്ന ഒരു പ്രകാശം സൂര്യന്റെയാണ്. അത് പ്രകാശ രൂപത്തിൽ വെളിപ്പെടുത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ സവിതാവിന് ദൃഷ്ടാന്തമാക്കി പറയുന്നത് അന്തരാത്മ പ്രകാശത്തെയാണ്. ആ ആത്മാവായിരിക്കുന്ന വിശേഷപ്പെട്ട ആ സർവപ്രകാശകനെ ബുദ്ധിയിൽ മാത്രമേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അതിന്റെ ഒരു പടം വരയ്ക്കാനോ ഒരു വിളക്ക് കൊളുത്തി അതിനെ സൂചിപ്പിക്കാനോ പറ്റില്ല. വിളക്കുകൾ കൊളുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ, അത് ചെറിയ തോതിലുള്ള ഒരു പ്രകാശം മാത്രമിരിക്കുന്ന നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ധിയോ ജന്മത്തിന്റെ വിശേഷം. നമുക്ക് വാസ്തവത്തിൽ ഒരു പ്രാർത്ഥനയുടെയും ആവശ്യമില്ല. അതാത് കാലത്ത് വേണ്ടത് നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നിയതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ശേഷിയും ശേമുഷിയും കൗശലവും എല്ലാം തന്നെ നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ നിത്യാനുഷ്ഠാനത്തിന് വേണ്ടി ഗായത്രി ഋഗ്വേദത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഋക്കിലും യജസ്സിലും കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. അതിന്റെ ഉദ്ദേശം എന്താ? എന്നും ജപിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. ആവശ്യത്തിനൊത്ത് എപ്പോ വേണോ അപ്പൊ ജപിക്കാം, വിശേഷ സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ. പ്രയോഗാനുഷ്ഠാനമാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഭൂമി രാമോ നലോ വായു ഖം മനോ ബുദ്ധി ദേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടത. എന്റെ പ്രകൃതി 8 തരത്തിലാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പഞ്ചഭൂതങ്ങൾ പുറത്താണെങ്കിലും അവർ നിർവീര്യമാണ്, അവർക്ക് ചേതനയില്ല. നമ്മുടെ ഉള്ളിലാണ് മനസ്സ് ബുദ്ധിയും അഹങ്കാരവും കിടക്കുന്നത്. അങ്ങനെ ആ സങ്കല്പശക്തി മനസ്സ് ബുദ്ധിയും ഉപയോഗിക്കേണ്ടതാണ്. ആ സങ്കല്പശക്തി കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. നിറഞ്ഞ പുരുഷകസിൽ പാഞ്ചാലി ഏക വസ്ത്രം ധരിച്ച് വന്നു. യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ദുര്യോധനൻ പാഞ്ചാലിയുടെ സാരി പിടിച്ചു വലിച്ചു. വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. 5 ഭർത്താക്കന്മാർ അപ്പുറത്തിരിക്കുകയാണ്. ഒരാൾ ഇറങ്ങി വന്ന് കരണത്തിലൊന്ന് അടിച്ചാൽ ദുര്യോധനൻ 8 കുട്ടിക്കരണം പറയും. പക്ഷെ അതവിടെ ചെയ്യാൻ എന്റെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കില്ല. എന്റെ മനസ്സ് പൂർണ്ണമായും ജഗദീശ്വരനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഹരേ 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 എന്ന് പറഞ്ഞ് വിളിച്ചു. വിളിച്ചപ്പോ എന്തുണ്ടായി? ആരും ഒന്നും അറിഞ്ഞില്ല. ദുര്യോധനൻ വലിച്ചു തുടങ്ങി. സാരിയുടെ നീളം കുറയുന്നില്ല. അവസാനം കൈ കഴിച്ച് ഏഭ്യനായി വിരമിച്ച് അവിടെ ഇരുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ഉദ്ദേശം മുൻനിർത്തി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു സങ്കല്പശക്തിയുണ്ട്. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മെ സ്പർശിക്കേണ്ടതില്ല. ഇഷ്ടമുള്ളത് ഉത്തമമാണെങ്കിൽ വരുമെങ്കിൽ ആ കുട്ടിയെ ദത്തു കൊടുത്തു. ദത്തു കൊടുത്തത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കർമ്മമാണ്. അതിനുശേഷം 3 രാജ്യമാരിൽ ഒരു കുട്ടിയും ഉണ്ടായില്ല. സിംഹാസനത്തിൽ ഇരിക്കാൻ ആളില്ല. അപ്പോഴാണ് അശ്വമേധയാഗവും പുത്രകാമേഷ്ടിയാഗവും നടത്തി ദശരഥന് 4 പുത്രന്മാരുണ്ടായത്. ദൃശ്യലോകം നമ്മെ പരിചരിച്ചു, ബലി കഴിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നിങ്ങളുടെ വിശ്വാസവും ശുഭപ്രതീക്ഷയും വിട്ടുകളയരുത്. ഈ ദൃശ്യത്തെ മുഴുവൻ നിലനിർത്തുന്ന ഒരു അദൃശ്യ പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെ ഇങ്ങനെ 4 ഭാഗത്തും ധാരാളം തരത്തിലുള്ള അപകട മരണങ്ങൾ നടക്കുന്നു. ആത്മഹത്യയുടെ തിരക്ക് കേരളത്തിൽ കൂടുതലാണ്. ഞാൻ ഡൽഹിയിൽ പോയിരുന്നപ്പോ അവിടുത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ ഇടത്ത് ഭാഗത്ത് ഫ്രണ്ട് പേജില് ഇടത്തെ കോളത്തിൽ കൊടുത്തിരിക്കുകയാണ് ഒരു ദിവസം 4 കോളേജ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന്. അത് നമ്മൾ കണ്ടപ്പോ എനിക്ക് വലിയ വിഷമം തോന്നി. അച്ഛനമ്മമാരായിരിക്കുന്ന നിങ്ങൾക്ക് കുട്ടികളെ പെറ്റു വളർത്താൻ സാധിക്കും, ശരീരത്തിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും, ധരിക്കാൻ വസ്ത്രവും അലങ്കാരങ്ങളും നിങ്ങൾ കൊടുക്കും. അവരുടെ ഉള്ളിൽ ആത്മഹത്യാ പ്രവണത നുഴഞ്ഞു കയറാതെ ഇരിക്കാൻ, ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ടതുപോലെ പരിഹരിക്കപ്പെടാൻ അച്ഛനമ്മമാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചോദിക്കുന്നു. നമുക്ക് കുട്ടികളെ പെറ്റു വളർത്താനേ കഴിയുള്ളൂ. അവർക്ക് സദ്ബുദ്ധി ഉണ്ടാവണം. ജീവിക്കാനാണ് നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. ഒരു മുഴം കയറോ വിഷമോ ഉപയോഗിച്ച് മരിക്കാനല്ല. ഈശ്വര വിശ്വാസത്തിലൂടെ, ഈശ്വര പ്രാർത്ഥനയിലൂടെ, വിശിഷ്യ ഈ മാതിരിയുള്ള തപസ്സിലൂടെ നമുക്ക് ആ പണക്കാരൻ സൂക്കേട് പിടിച്ച് കിടക്കുക, അധികം വയസ്സായിട്ടില്ല. അയ്യോ, വലിയ ദുർഘടമുള്ള കാര്യമാണല്ലോ, വളരെയധികം പാപമുണ്ട്. ഈ ആളുടെ ജീവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഉടനെ പറഞ്ഞു അത്രയും ജ്യോത്സ്യന്മാര്, നിങ്ങൾ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഒരു കുളം കുടിക്കൂ. ആ പുണ്യം വർദ്ധിച്ച് 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 ഈ ആളുടെ ആയുസ് നീണ്ടുപോകും എന്ന് പറഞ്ഞു അത്രേ.
അതേപോലെ നടന്നു. എൻ്റെ അമ്മ പറഞ്ഞു കേൾപ്പിച്ച ഒരു കഥയാണ് ചെറുപ്പകാലത്ത്. നിങ്ങൾ ആരും കഷ്ടപ്പെടുന്ന സമയത്ത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. നമ്മളെ എല്ലാറ്റിനും കൊള്ളും. സാധാരണ നിങ്ങളുടെ കൈകാലം കൊണ്ട് സാധിക്കില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് സാധിക്കും. ഈശ്വരാഭിമുഖമായ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഫലമരണം. അപകടത്തിലും ആത്മഹത്യയിലും ഒക്കെ പെട്ട് മരിക്കുന്നത് അപകടമരണം. അതുകൂടാതെ മരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും മരിക്കാതെ ക്ലേശിച്ച് ബെഡ്സോറുമൊക്കെമായി കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലേശ മരണം നമുക്ക് പാടില്ല. മരണം അനായാസമായിരിക്കണം. അനായാസമായി മരിക്കലും അപമൃത്യുവും അകാലമൃത്യുവും ഒഴിവാക്കുക. ഈ 3 കാര്യത്തിനാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുക. ഞങ്ങളുടെ ആശ്രമത്തില് ആ നാട്ടുകാരൻ തന്നെ ശ്രീമാൻ ബാലകൃഷ്ണൻ ഒരാൾ വരുന്നുണ്ട്. ഈ മൃത്യുഞ്ജയ ഹോമത്തിനെ പറ്റിയൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ പോകുമ്പോൾ കാറില് ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞതാ, സ്വാമിജി, എൻ്റെ അമ്മയ്ക്ക് 85 വയസ്സായിരുന്നു, അവര് വളരെ ക്ലേശിച്ചുകൊണ്ടിരുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മൃത്യുഞ്ജയ ഹോമം തിരുമേനിയെ കൊണ്ട് നടത്തിച്ചു. അദ്ദേഹം പറഞ്ഞു അത്രേ, അടുത്ത ഒരാഴ്ച അമ്മയുടെ അടുത്തുനിന്ന് ദൂരത്തേക്ക് ഒന്നും പോണ്ട, അടുത്തുണ്ടാവണമെന്ന്. 4-ാം ദിവസം അമ്മ അനായാസം പ്രാണൻ കിട്ടുന്നു. അപ്പൊ ഈ മഹാമൃത്യുഞ്ജയ ഹോമത്തിന് വലിയൊരു വിശേഷമാണ്. ആ മഹാമൃത്യുഞ്ജയ ഹോമം വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. ആ മന്ത്രം വളരെ അർത്ഥവത്തായിട്ടുള്ള മന്ത്രമാണ്. എന്താ ആ മന്ത്രത്തിൽ പറയുന്നത്? ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാ അമൃതാത്. വെള്ളരിക്ക നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന് സാധാരണ മഞ്ഞ നിറം. ആ വെള്ളരിക്ക പെറുക്കാതെ ഇവിടെ വെച്ച് നോക്കും, ആ മഞ്ഞ നിറത്തിൽ ഒരു ചെറിയ മാറ്റം വന്ന് ഒരു കറുപ്പ് വന്ന് അങ്ങനെ മൂത്ത് വിരകളൊക്കെ മൂത്ത് അങ്ങനെ തന്നെ പെറുക്കാതെ ഇരുന്നാൽ കുറച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കുന്നിടത്തിരുന്ന് ഞെട്ടി ആ കായിൽ നിന്ന് തനിയെ വേറിടും. ഈ ഞെട്ടി ആ കായിനെ നിലനിർത്തി കൊണ്ടുവന്ന് ഞെട്ടി അതിൽ നിന്ന് വേറിടുന്നത് പോലെ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാ പറയുന്നത്. അതേസമയം എന്നെ അമരത്വത്തിൽ നിന്ന് രക്ഷിക്കുകയുമല്ല. അമരത്വം എനിക്ക് വേണം. ശാരീരികമായ മൃത്യുഭയത്തിൽ നിന്നും മൃത്യുവിൽ നിന്നുമാണ് എനിക്ക് രക്ഷ കിട്ടേണ്ടത്. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. പരമശിവന് 3 കണ്ണാണ്. ഒരു കണ്ണ് സൂര്യനും ഒരു കണ്ണ് ചന്ദ്രനുമാണ്. 3ാമത്തെ കണ്ണ് അഗ്നി സമമാണ്. സൂര്യനും ചന്ദ്രനും പതിവായി ആകാശത്തിൽ ഉദിച്ച് മറയുന്നതാണ്, നമുക്കറിയാം. എന്നാൽ അഗ്നി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് ജ്വലിപ്പിച്ച് ആവശ്യം കഴിഞ്ഞാൽ കെടുത്തുന്നതാണ്. അതേമാതിരിയാണ് ശിവന്റെ 3ാമത്തെ കണ്ണ്. എപ്പോ ആവശ്യമുണ്ടോ അപ്പോഴാണ് അദ്ദേഹം അത് ഉപയോഗിക്കുക. അങ്ങനെ അഗ്നി കൂടിയ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന് പറയുന്ന 3 നേത്രങ്ങൾ ഉള്ളതിനാൽ ത്രംബകൻ എന്നൊരു പേര് വന്നു. ഈ ഗന്ധം വായുവിൽ പരന്നു കിടക്കുന്നത് മാതിരി ശിവചൈതന്യം ലോകത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് സുഗന്ധി എന്ന് പറഞ്ഞത്. ഒരു നല്ല ഗന്ധം എല്ലാവരും അന്വേഷിച്ച് ചെല്ലും. അതുമാതിരി ഗുണങ്ങൾ എന്ന് പറയുന്ന ഗന്ധം നമ്മളിൽ ഉണ്ടാക്കി തീർക്കണം. അതിനുവേണ്ടി ശിവൻ വളരെ അനുഗ്രഹിക്കുന്നവരാണ്. പുഷ്ടിവർദ്ധനം, ശരീരത്തിന് ധാരാളം പോഷകങ്ങളും ആരോഗ്യവും നൽകുന്നത്. ഉർവാരുകമിവ, വെള്ളരിക്കയെ പോലെ ബന്ധനാത്, ബന്ധനത്തിൽ നിന്ന് മുക്ഷീയ, എന്നെ മോചിപ്പിച്ചു തരൂ. മാ അമൃതാത്, അമൃതത്വത്തിൽ നിന്ന് അരുത്, മോചിപ്പിക്കരുത്, എനിക്ക് അമരനായിരിക്കണം. ഇത്ര വിശേഷപ്പെട്ട ഒരു മന്ത്രമാണത്. ഈ മന്ത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലിത്തരുന്നത് ചൊല്ലിയതിനു ശേഷം വേണം ഓർമ്മിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ 6 എണ്ണമാണ്. ആദ്യമായി ചിറ്റമൃത്. ചിറ്റമൃത് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെയാണ് അതിന്റെ ഫലം. ഗുഡൂചി എന്ന് പറയും സംസ്കൃതത്തിൽ. അമൃത എന്ന് പറഞ്ഞാൽ ദിവസേന നിങ്ങൾ ഓരോ ചിറ്റമൃതിന്റെ കഷ്ണം തൊലി കളഞ്ഞ് വായിലിട്ട് കടിച്ച് ചവച്ച് കഴിച്ചോളൂ. അത് പ്രമേഹം ഉണ്ടാവില്ല, ശരീരത്തിന് വേണ്ട ആരോഗ്യവും ഉണ്ടാവും. അങ്ങനെ വിശേഷപ്പെട്ടത്. പിന്നെ പേരാലിന്റെ മുട്ട. ഈ സമയത്ത് മുട്ട നമുക്ക് എടുത്തു വെച്ചാൽ 2-3 ദിവസത്തിൽ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പേരാലിന്റെ കൊമ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൽക്കട്ടയിൽ ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ 1200-ലേറെ വർഷം പഴക്കം ചെന്ന ഒരു പേരാലുണ്ട്. നമ്മുടെ മദ്രാസിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ
300 കൊല്ലത്തിലേറെ പഴക്കം ചെന്ന ഒരു പേരാലുണ്ട്. ഇവിടെ ഗേറ്റിന്റെ അടുത്ത് ഒരു പേരാലുണ്ടായിരുന്നു. അത് സാധാരണ പ്രകൃതി ചികിത്സയിൽ അത് അരച്ച് അതിന്റെ നീര് പതിവായി കഴിച്ചാൽ പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. എള്ള് എല്ലാ വിധത്തിലുള്ള പാപവും തീരാൻ വേണ്ടി തിലഹവനം, തിലഹോമം എന്നൊന്നുണ്ടല്ലോ വളരെ പ്രധാനം. പിന്നെ പാലും നെയ്യുമാണ്. ഓരോ സാധനവും 24 തവണയാണ് ഇത് ഹോമിക്കേണ്ടത്. ഓരോ തവണയും ഒറ്റയ്ക്ക് ഓരോരുത്തരും ജപിക്കുന്നതോ ഹോമം കഴിപ്പിക്കുന്നതോ അവരവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ സംയുക്തമായി നടത്തുന്നത്. ഇതിൽ പങ്കാളികളായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രത്യേക നേട്ടം പ്രഥമമായി ഉണ്ടാവും. അതോടുകൂടി നമ്മുടെ സങ്കല്പം ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ അപമൃത്യുവിൽ നിന്നും അകാല മൃത്യുവിൽ നിന്നും ക്ലേശമൃത്യുവിൽ നിന്നും സംരക്ഷണം വേണം എന്ന് പറഞ്ഞ് ഒരു ദൈവീകമായിരിക്കുന്ന ഒരു ദിവ്യാന്തരീക്ഷം, ഒരു കവചം സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ആലിംഗനം ചെയ്ത്